MLA ആൻഡ് APA സ്റ്റൈൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് ഡോക്യുമെൻറ്റേഷൻ സ്റ്റൈലാണ്. ഏതൊക്കെയാണ്? MLA ആൻഡ് APA സ്റ്റൈൽ. MLA മീൻസ് മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ. അപ്പോൾ MLA സ്റ്റൈൽ എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. മോഡേൺ അസോസിയേഷൻ ഹാസ് ബീൻ പബ്ലിഷിംഗ് ഇറ്റ്സ് സ്റ്റൈൽ ഗൈഡ്സ് സിൻസ് 1985. It is understandably the most popular style followed by in liberal arts and humanities. 1985 മുതലാണ് മോഡേൺ അസോസിയേഷൻ അവരുടെ സ്റ്റൈലായിട്ടുള്ള MLA സ്റ്റൈൽ പബ്ലിഷ് ചെയ്ത് തുടങ്ങുന്നത്. MLA മീൻസ് മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ. ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബ്ലി ദി മോസ്റ്റ് പോപ്പുലർ സ്റ്റൈൽ ഫോളോവ്ഡ് ബൈ ഇൻ ലിബറൽ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. അപ്പോൾ മെയിനായിട്ട് ലിബറൽ ആർട്സ് അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളിലാണ് MLA സ്റ്റൈല് യൂസ് ചെയ്യുന്നത്. MLA സ്റ്റൈല് കൂടുതലായിട്ടും ഫോളോ ചെയ്യുന്നത് ഏതൊക്കെ ഡിസിപ്ലിനാണ്? ഹ്യൂമാനിറ്റീസ് അതുപോലെ തന്നെ ലിബറൽ ആർട്സ് തുടങ്ങിയ സബ്ജക്റ്റിലാണ്. ലൈക്ക് ഓൾ അതർ സ്റ്റൈൽ ഗൈഡ്സ്, ദി MLA സ്റ്റൈൽ ഗൈഡ് ഗിവ് ഇൻസ്ട്രക്ഷൻ ഓൺ സൈറ്റിംഗ് ഓൾ ടൈപ്പ് ഓഫ് സോഴ്സസ്. അപ്പോൾ മറ്റ് സ്റ്റൈലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ MLA സ്റ്റൈലിൽ നമ്മൾ എങ്ങനെയാണ് സൈറ്റേഷൻ കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഡീപ്പായിട്ട് തന്നെ പറയുന്നുണ്ട്. ദി MLA പബ്ലിഷ്ഡ് 8th എഡിഷൻ ഓഫ് ദി സ്റ്റൈൽ ഗൈഡ് ടിൽ 2016. അപ്പോൾ 1985 മുതൽ 2016 വരെ മോഡേൺ അസോസിയേഷൻ ഓരോ ന്യൂ എഡിഷൻ ഇങ്ങനെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് അവർ പബ്ലിഷ് ചെയ്തത് 2016. The edition that came out in 2016 is thoroughly revised as compared to the previous edition, enabling documentation of all types of materials, both conventional and modern. അപ്പോൾ പഴയ എഡിഷനെ വെച്ച് നോക്കുമ്പോൾ പുതുതായിട്ട് 2016 ഇറക്കിയ MLAയുടെ ന്യൂ എഡിഷനിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അവർ. അത്രത്തോളം അപ്ഡേറ്റഡ് ആണ് ന്യൂ എഡിഷൻ. ഒരുപാട് പഴയതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഈ ന്യൂ എഡിഷനിൽ വരുത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ MLA സ്റ്റൈൽ ഗൈഡ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു റിസർച്ച് പേപ്പർ, അക്കാദമിക് പേപ്പർ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ MLA സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ MLA സ്റ്റൈലിൻ്റെ സ്റ്റൈൽ ഗൈഡിൽ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് തന്നെ എന്താണ്? ഹെഡ്ലൈൻ ആൻഡ് ടൈറ്റിൽ. നമ്മളൊരു ഹെഡ്ലൈൻ എങ്ങനെയാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ അക്കാദമിക് പേപ്പറിൻ്റെ ടൈറ്റിൽ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഈ MLA ഗൈഡ് ലൈനിൽ പറയുന്നുണ്ട്. ദെൻ അബ്സ്ട്രാക്റ്റ്. നമ്മൾ അബ്സ്ട്രാക്റ്റ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കുമ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നതിനെക്കുറിച്ച്, ദെൻ ഫോർമാറ്റിംഗ് ടെക്സ്റ്റ്, മാർജിൻ, സ്പേസ്, ഫോണ്ട്. പിന്നെ നമ്മളൊരു അക്കാദമിക് പേപ്പർ തയ്യാറാക്കുന്ന സമയത്ത് മാർജിൻ വേണോ വേണ്ടയോ, ചില മാർജിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കില്ല. മാർജിൻ്റെ ആ ഒരു സ്പേസ് ഒഴിച്ചിട്ടിട്ടായിരിക്കും എഴുതുക. ചില സ്റ്റൈലിൽ നമുക്ക് നോക്കുന്ന സമയത്ത് മാർജിൻ വേണം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു സ്റ്റൈൽ ഗൈഡിൽ പറയുന്നുണ്ട്. ദെൻ സ്പേസ്, ലൈൻ സ്പേസ്, 2 ലൈൻസ് തമ്മിലുള്ള സ്പേസ് എത്രയാണ് വേണ്ടത്, അതുപോലെ തന്നെ 2 പാരാഗ്രാഫുകൾ തമ്മിലുള്ള സ്പേസ് എത്രയാണ് വേണ്ടത്. ദെൻ ഫോണ്ട്, ഏത് ഫോണ്ടിലാണ് നമ്മൾ ഈ അക്കാദമിക് പേപ്പർ തയ്യാറാക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ഡീപ്പ് ഇൻസ്ട്രക്ഷൻ നമുക്ക് എന്താണ് ഈ ഒരു സ്റ്റൈൽ ഗൈഡിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് പുട്ടിംഗ് പേജ് നമ്പർ. പിന്നെ പേജ് നമ്പർ നമ്മൾ എങ്ങനെയാണ് ഇടേണ്ടത് എന്നതിനെക്കുറിച്ചും ഈ ഒരു സ്റ്റൈൽ ഗൈഡിൽ പറയുന്നുണ്ട്. അപ്പോൾ ചില സ്റ്റൈൽ ഗൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ, ഒരു പേജിൻ്റെ ഏറ്റവും മുകളിൽ സെൻറ്റർ പാർട്ടിലായിട്ടായിരിക്കും പേജ് നമ്പർ ഇടുന്നത്. എന്നാൽ ചില സ്റ്റൈൽ ഗൈഡ് നോക്കുന്ന സമയത്ത് ഏറ്റവും താഴെ റൈറ്റ് സൈഡിലായിട്ടായിരിക്കും പേജ് നമ്പർ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഏത് സ്റ്റൈലാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കണം പേജ് നമ്പർ ഇടേണ്ടത്. ദെൻ ടേബിൾ ആൻഡ് ഇല്ലുസ്ട്രേഷൻ, പങ്ക്ച്വേഷൻ, ഇൻടെക്സ്റ്റ് ഓർ പാരന്തറ്റിക്കൽ സൈറ്റേഷൻ. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് സൈറ്റേഷൻ കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ഈ ഒരു സ്റ്റൈൽ ഗൈഡിൽ പറയുന്നുണ്ട്. ദെൻ വർക്ക് സൈറ്റഡ് ലിസ്റ്റ് ഓർ ബിബ്ലിയോഗ്രഫി. പിന്നെ ബിബ്ലിയോഗ്രഫി തയ്യാറാക്കുന്ന സമയത്തും നമുക്ക് എന്താണ് ഒരുപാട് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്താണ് ഈ സ്റ്റൈൽ ഗൈഡ് നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നുണ്ട്. ദെൻ ഫുട് നോട്ട്സ് ആൻഡ് എൻഡ് നോട്ട്സ്,
പ്ലേജറിസം ആൻഡ് അക്കാദമിക് ഇൻറ്റഗ്രിറ്റി. പിന്നെ നമ്മളൊരു റിസർച്ച് പേപ്പർ തയ്യാറാക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ എന്താണ് പ്ലേജറിസം ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം, അതിനെക്കുറിച്ചൊക്കെ എന്താണ് ഈ സ്റ്റൈൽ ഗൈഡിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് MLAയുടെ സ്റ്റൈൽ ഗൈഡിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റൈൽ ഈസ് APA. APA മീൻസ് American Psychology Association. This style guide is developed by American Psychology Association. അപ്പോൾ APA സ്റ്റൈല് അസോസിയേറ്റ് ചെയ്തത് ആരാണ്? അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ ആണ്. ഓക്കെ, then APA style is prepared with the objective of standardizing scientific writing. So this style is mostly used in scientific writing. അപ്പോൾ APA സ്റ്റൈല് മെയിനായിട്ട് സയൻറ്റിഫിക് റൈറ്റിങ്ങിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, then it is suitable to cite such academic assignments as term papers, empirical studies, literature review, case studies, and theoretical and methodological articles. So academic writings which include empirical studies, literature review, case studies, and theoretical and methodological articles also use APA style. അപ്പോൾ എംപയറിക്കൽ സ്റ്റഡീസിൽ, അതുപോലെ തന്നെ ലിറ്ററേച്ചർ റിവ്യൂ, ദെൻ കേസ് സ്റ്റഡി, തിയററ്റിക്കൽ ആൻഡ് മെത്തഡോളജിക്കൽ ആർട്ടിക്കിളിലൊക്കെ യൂസ് ചെയ്യുന്നത് ഏത് സ്റ്റൈലാണ്? APA സ്റ്റൈലാണ്, അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ സ്റ്റൈലാണ്. ഓക്കെ, ദെൻ എ ടിപ്പിക്കൽ APA സ്റ്റൈൽ പേപ്പർ വിൽ ഹാവ് ദി ഫോളോയിങ് സെക്ഷൻസ്. ഇനി നമ്മൾ APA സ്റ്റൈലിലാണ് അക്കാദമിക് പേപ്പർ ഓർ റിസർച്ച് പേപ്പർ, എസ്സേ ഒക്കെ തയ്യാറാക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് വേരിയസ് സെക്ഷനിലൂടെ ആയിരിക്കണം നമ്മുടെ അക്കാദമിക് പേപ്പർ കടന്നു പോവേണ്ടത്. അത് ഏതൊക്കെ സെക്ഷനാണ് എന്നതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വരുന്നതാണ് ടൈറ്റിൽ പേജ്, ദെൻ അബ്സ്ട്രാക്റ്റ്, ദെൻ ഇൻട്രൊഡക്ഷൻ, ദെൻ മെത്തേഡ്, ദെൻ റിസൾട്ട്, ഡിസ്കഷൻ, റെഫറൻസ് ആൻഡ് അപ്പൻഡിസസ്. ഇത്രയും സെക്ഷനിലൂടെ ആയിരിക്കണം APA സ്റ്റൈലിൽ നമ്മൾ അക്കാദമിക് അസൈൻമെൻറ്റ്, അക്കാദമിക് പേപ്പർ തയ്യാറാക്കുന്ന സമയത്ത് അത് കടന്നു പോവേണ്ടത്. ഏതൊക്കെയാണ്? ടൈറ്റിൽ പേജ്, അബ്സ്ട്രാക്റ്റ്, ഇൻട്രൊഡക്ഷൻ, മെത്തേഡ്, റിസൾട്ട്, ഡിസ്കഷൻ, റെഫറൻസസ് ആൻഡ് അപ്പൻഡിസസ്. ഓക്കെ, ദെൻ ആസ് ഇൻ MLA style, there are specific instructions in APA style with regard to text formatting details like line spacing and margins, page numbers and page headers. അപ്പോൾ നമ്മൾ മുന്നേ MLA സ്റ്റൈലിൽ പറഞ്ഞ പോലെ തന്നെ APA സ്റ്റൈലിനും ഒരു സ്റ്റൈൽ ഗൈഡ് ഉണ്ട്. അതിൽ ടെക്സ്റ്റ് ഫോർമാറ്റിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ലൈൻ സ്പേസ് എത്ര വേണം, 2 പാരഗ്രാഫുകൾ തമ്മിലുള്ള സ്പേസ് എത്ര വേണം, 2 ലൈൻസ് തമ്മിലുള്ള സ്പേസ് എത്ര വേണം എന്നതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻ APAയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ മാർജിൻ സ്പേസ് എത്ര വേണം, അതുപോലെ തന്നെ പേജ് നമ്പർ എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻ നമുക്ക് APA സ്റ്റൈൽ ഗൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലൈൻ സ്പേസ് എത്ര വേണം, അതുപോലെ തന്നെ മാർജിൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ചില സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് മാർജിന് വരച്ചിട്ട് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക പേജ്, അല്ലെങ്കിൽ എന്താണ് മാർജിൻ്റെ സ്പേസ് ഒഴിച്ചിട്ടിട്ടായിരിക്കും ചില സ്റ്റൈൽ ഗൈഡിൽ. അപ്പോൾ അതെങ്ങനെയാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീപ്പ് ഇൻസ്ട്രക്ഷൻ നമുക്ക് ഈ ഒരു APA സ്റ്റൈൽ ഗൈഡിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അപ്പോൾ MLA പോലെ തന്നെയാണ് APA സ്റ്റൈലിൻ്റെ ആ ഒരു സ്റ്റൈൽ ഗൈഡും വരുന്നത്. ഓക്കെ, then APA insists on double spacing the entire manuscript and using Times New Roman font for text and Arial font for tables. ഇനി APA സ്റ്റൈലിൻ്റെ മറ്റൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ അതിൽ ഡബിൾ സ്പേസിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഫോണ്ട് ടൈംസ് ന്യൂ റോമൻ ഫോണ്ടിലാണ് APA സ്റ്റൈലിലുള്ള അക്കാദമിക് അസൈൻമെൻറ്റ് നമ്മൾ തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ടേബിളിൻ്റെ ഫോണ്ട് എങ്ങനെയുള്ളതാണ്, ഏരിയൽ ഫോണ്ടാണ്. ഓക്കെ, ഇതാണ് APA സ്റ്റൈലിൻ്റെ മറ്റൊരു പ്രത്യേകത. ദെൻ വൈൽ MLA സിസ്റ്റം യൂസസ് ദി ഓതർ പേജ് സൈറ്റേഷൻ ഇൻ ടെക്സ്റ്റ് സൈറ്റേഷൻ, APA ഫോളോസ് ഓതർ ഡേറ്റ് സൈറ്റേഷൻ. അപ്പോൾ MLA സ്റ്റൈലും APA സ്റ്റൈലും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. MLA സ്റ്റൈലിലാണെങ്കിൽ എന്താണ്, ഓതർ പേജ് സൈറ്റേഷൻ ആണ്
ഉള്ളത് ടെക്സ്റ്റ് സൈറ്റേഷനിൽ ഓതർ പേജ് സൈറ്റേഷൻ ആണ്. ദെൻ APA ഫോളോ ചെയ്യുന്നത് എന്താണ്? ഓതർ ഡേറ്റ് സൈറ്റേഷൻ ആണ്. അപ്പോൾ ഓതർ ഡേറ്റ് സൈറ്റേഷന് എക്സാമ്പിൾസ് ടെക്സ്റ്റിൽ പേജ് നമ്പർ 104 കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് MLAയും അതുപോലെ തന്നെ APA സ്റ്റൈലും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് APA സ്റ്റൈൽ ഗൈഡിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ഓക്കെ, APA മീൻസ് അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ. പിന്നെ APA സ്റ്റൈലിലാണ് നമ്മൾ അക്കാദമിക് പേപ്പർ തയ്യാറാക്കുന്നത് എന്നുണ്ടെങ്കിൽ വേരിയസ് സെക്ഷനിലൂടെ ആയിരിക്കണം നമ്മൾ കടന്നു പോവേണ്ടത്. അത് ഏതൊക്കെയാണ് സെക്ഷൻ എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ MLAയുടെ അതുപോലെ തന്നെ APAയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പറഞ്ഞു. പിന്നെ APA സ്റ്റൈലിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് APA സ്റ്റൈലിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ അക്കാദമിക് സ്റ്റൈൽ എന്ന ഈ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ.